ഹായ്, വെൽക്കം ടു ചലഞ്ചറ. അവിടെ നമുക്ക് ഇന്ന് മെൻസുറേഷൻ്റെ കുറച്ച് PYQs ആണ് ചെയ്യാനുള്ളത്. പല പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള SSC അല്ലെങ്കിൽ PSC അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗവൺമെൻറ് സെൻട്രൽ എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്തോ പറയുന്നത്, എ ഗ്രൗണ്ട് 100 into 80 meter square has two crossroads in its middle. The road parallel to the length of 5 meter wide. Okay, 5 meter wide, and the other road is 4 meter wide. Both roads are perpendicular to each other. The cost of laying the bricks at is 10 rupees per meter square on the road. What will be? എടാ നോക്കിക്കേ, നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്ന പോലെ എന്തുണ്ട്, ഒരു റെക്ടാങ്കുലർ ഫീൽഡ് ഉണ്ട്. ഒരു റെക്ടാങ്കുലർ ഫീൽഡിന്റെ നടുക്കൂടിയാണ് എന്ത് പോകുന്നത്, രണ്ട് വഴി പോകുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് വഴി പോകുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈ പാത്ത്, ഈ വഴി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ബ്രിക്സ് കൊണ്ട് അവരിടുന്നുണ്ട്. അപ്പൊ ഈ ബ്രിക്സ് ഇടാൻ വേണ്ടി എടുക്കുന്ന കാശ് എത്രയെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്കിവിടെ ഈ ഒരു മെഷർമെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേറൊരു കളർ വെച്ച് കൊടുക്കാം. എന്തുവാ പറയുന്നത്, ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്, 80 മീറ്ററും ആണ്. പിന്നെന്തുവാ പറയുന്നത്, ഇവിടുത്തെ ഈ ക്രോസ് റോഡിന്റെ ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പറയുന്നുണ്ട്. എത്രയാ പറയുന്നത് നോക്കിക്കേ, the road parallel to the length is 5 meter. ലെങ്തിന് പാരലൽ ആയിരിക്കുന്നതിന്റെ ദൂരം എത്രയാണ്, 5ഉം അല്ലാത്തതിൻ്റെത് 4ഉം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, അപ്പൊ ഇനി നമ്മൾ എന്തുവാ ചെയ്യുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എന്തുവാ അതിനകത്ത് ചെയ്യാനുള്ളത്, ആദ്യം ചെയ്യേണ്ടത് വഴിയുടെ മാത്രമായിട്ടുള്ള ഏരിയ എത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സോ ഞാൻ അതിവിടെ ചെയ്യുവാണ്. ഏരിയ ഓഫ് പാത്ത്. ഏരിയ ഓഫ് പാത്ത് എങ്ങനെയാ കണ്ടുപിടിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയും നമ്മളൊരു റെക്ടാങ്കുലർ ഫീൽഡ് പോലെ കണക്കാക്കുക, ഇതിനെയും നമ്മളൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്മൾ കണക്കാക്കുന്നു. ഓക്കെ, ഇവിടുത്തെ ലെങ്ത് എന്താണ്, 100 into 5 പ്ലസ് ഇവിടെ എന്തുവാ 80 into 4. ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 500 പ്ലസ് 320 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ആൻസർ എന്ത് കിട്ടി, 820 എന്ന് കിട്ടി. 820 ആണോ ആൻസർ? അല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൂടെ ഉണ്ട്, ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 2 തവണയും നമ്മൾ കൂട്ടിയ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കുറയ്ക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ 5ഉം ഇവിടെ 4ഉം ആണ്, ഇവിടെ 5ഉം ഇവിടെ 4ഉം ആണ്. സോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 5 into 4 നമ്മൾ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 820 minus 20. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് കിട്ടും, 800 എന്ന് കിട്ടും. ഇവിടെ എന്ത് മാത്രമേ ആയിട്ടുള്ളൂ, ഏരിയ മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, കോസ്റ്റ് ഓഫ് ലേയിങ് ദ ബ്രിക്സ്. എത്ര കാശാവും ബ്രിക്സ് കൂടി ഇടാൻ വേണ്ടിയിട്ട്. ബ്രിക്സ് ഇടാൻ വേണ്ടിയിട്ട് എത്ര രൂപയാകും എന്ന് അവർ പറയുന്നുണ്ട്. 800 ഇൻറ്റു എത്ര രൂപയാണോ കോസ്റ്റ് അതങ്ങ് ഇൻറ്റു ചെയ്യുക, 10. എന്തെന്ന് കിട്ടും, 8000 നമുക്ക് ആൻസർ കിട്ടും. 8000 ഇവിടെ ആൻസറിലുണ്ടോ, ഉണ്ട്. മനസ്സിലായോ? അപ്പൊ സംഗതി വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏരിയയുടെ പാത്തിന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് വരുന്ന ഏരിയ ഏതാണോ ആ കോമൺ ആയിട്ട് വരുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കുറയ്ക്കുന്നു. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പാത്ത് മാത്രമേ കിട്ടത്തുള്ളൂ, പാത്തിന്റെ ഏരിയ മാത്രമേ കിട്ടത്തുള്ളൂ. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പാത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് എത്ര കാശാണോ പെർ മീറ്ററിന് വേണ്ടത്. ഇപ്പൊ ഇവിടെ എത്രയാ, 800 മീറ്റർ ആണ് പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1 മീറ്ററിനാണ് ഇത് ഇവിടെ എന്ന് പറയുന്നത്, 1 മീറ്ററിനാണ് 10 രൂപ. അതേ കണ്ടോ, 10 meter per meter square എന്നാ പറയുന്നത്, 10 rupees per meter square. അപ്പൊ 1 മീറ്റർ സ്ക്വയറിന് എത്ര, 10 രൂപ. അങ്ങനെയാണെങ്കിൽ 800 മീറ്റർ സ്ക്വയറിന്, അപ്പൊ ഇവിടെ ഇൻറ്റു 800 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയായിരിക്കും, 8000. അതാണ് ദൈവം വരുന്നത്. മനസ്സിലായോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇതിൽ ഏതൊക്കെയാ വരുന്നത്, ഇതില് പാത്തും വരുന്നുണ്ട്, പിന്നെ എന്തും വരുന്നുണ്ട്, കോസ്റ്റും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ
ഒരുമിച്ച് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം വേറൊന്നുമില്ല, എളുപ്പമാണ്, സിമ്പിൾ ആണ്. ഓക്കെ, നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ. The breadth of a rectangle is 25 meter. The total cost of putting a grass bed on the field was rupees 3 ruba. At the rate of 15 per square, what is the length of the rectangular field? ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ക്ലർക്കിൽ 2011 ചോദിച്ചാണ്. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ എപ്പോൾ ചോദിച്ചതാ? ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കി, CLAT എന്ന് പറയുന്ന ഒരു എക്സാമില് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ആണ് നോക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനകത്ത് എന്തുവാ പറഞ്ഞേക്കുന്നത്? ഇതിനകത്ത് എന്തുവാ കണ്ടുപിടിക്കാനുള്ളത്? ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗുലർ ഫീൽഡ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എടാ നോക്കി, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഞാൻ പറയുവാണ്, എന്റെ കയ്യിലൊരു സ്ക്വയർ ഫീൽഡ് ഉണ്ട്. ഓക്കെ, സ്ക്വയർ ഫീൽഡ് ഉണ്ട്. ഇതാണ് ഒരു സ്ക്വയർ ഫീൽഡ് ആണ്. ഓക്കെ, ഈ ഒരു സ്ക്വയർ ഫീൽഡിൽ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു 4 മീറ്റർ ആണെന്ന് വിചാരിച്ചു. 4 മീറ്റർ ആണ്. ഓക്കെ, ഞാൻ പറയുന്നു 1 മീറ്റർ സ്ക്വയർ ഞാൻ ഗ്രാസ് വയ്ക്കുന്നതിന് 10 റുപ്പീസ് ആവുകയാണെന്ന് ഞാൻ എക്സാമ്പിൾ പറയുന്നു. 1 മീറ്റർ സ്ക്വയർ ഞാൻ ഗ്രാസ് വയ്ക്കുന്നതിന് എനിക്ക് 10 റുപ്പീസ് ആണ് എനിക്ക് കാശ് ചെലവാകുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പറയുന്നു. അപ്പൊ എനിക്കിവിടെ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറയുവാണ്, ഇവിടെ എനിക്ക് ഗ്രാസ് വയ്ക്കാൻ മൊത്തം ടോട്ടൽ എത്ര കാശാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇവിടെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ ഏരിയ എന്താണോ അത് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടുത്തെ ഏരിയ വേറൊന്നുമില്ല, 4 × 4 എന്ത് കിട്ടും? 16 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്തുവാ നമ്മളിവിടെ ആലോചിക്കുന്നത്? 1 മീറ്റർ സ്ക്വയറിന് 10 രൂപയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയറിന് 10 രൂപയാണെങ്കിൽ 16 മീറ്റർ ആകുമ്പോൾ ഇവിടെ ഇൻറ്റു 16, ഇവിടെ ഇൻറ്റു 16 ആണെങ്കിൽ ഇവിടെയും ഇൻറ്റു 16. 16 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാകും? 160 രൂപയാണ് ആകുന്നത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? എത്രയാണോ അവിടുത്തെ ഏരിയ അതേ ഇൻറ്റു ആ 1 മീറ്ററിന്റെ ക്യാഷ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ കാശ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ ഇൻറ്റു ക്യാഷ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏരിയ ഇൻറ്റു എമൗണ്ട് ആണ് നമുക്ക് അവിടുത്തെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിനൊന്ന് മാർക്ക് ചെയ്തിടാം. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇതിൽ എന്തുവാ പറയുന്നത്? ഏരിയ ഇൻറ്റു എമൗണ്ട് ആണ്. ഓക്കെ, ഏരിയ ഇൻറ്റു എമൗണ്ട് ആണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എടാ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഇതിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 25. വേറെന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് എത്രയാ പറയുന്നത്? 12375 എന്ന് പറയുന്ന കോസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെന്തുവാ പറയുന്നത്? അവരുടെ 1 മീറ്റർ ചെയ്യുന്നതിനുള്ള ഓക്കെ പെർ സ്ക്വയർ മീറ്റർ, അത് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, പെർ മീറ്റർ അല്ലെങ്കിൽ പെർ കോസ്റ്റ് അങ്ങനെ എഴുതാം. പെർ കോസ്റ്റ് അവർ എത്ര പറയുന്നുണ്ടേ? അവര് 15 പെർ സ്ക്വയർ മീറ്റർ അതും പറയുന്നുണ്ട്. ഇതിനകത്ത് വേറെന്താ അതിനകത്ത് അവർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നേ? ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. എടാ, ഇതിനകത്ത് അപ്പം നമുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു ഇക്വേഷനിലോട്ട് ഞാൻ ഇതിനെ മാറ്റിക്കഴിഞ്ഞ് ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ എന്തുവാ പറയുന്നേ? ഏരിയ ഇൻറ്റു കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഇത് തന്നെയല്ലടാ ഇവിടെയും പറയുന്നേ. നോക്കിക്കേ, ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തുവാ കിട്ടുന്നേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്നല്ലേ പറയുന്നേ. ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, കോസ്റ്റ് എന്തേ തന്നിട്ടുണ്ട്? 15 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട് 12375 ആണെന്നും പറയുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടെ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഈ ബ്രെഡ്ത്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതെല്ലാം നമ്മൾ ഈ ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. നോക്കിക്കേ, ഇവിടുത്തെ ലെങ്ത് അപ്പുറത്തെ പേജിലോട്ട് എഴുതാം. ഇവിടുത്തെ ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു കോസ്റ്റ് ഈക്വൽ ടു
ടോട്ടൽ എന്നായിരുന്നല്ലോ. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നോക്കിക്കേ, ലെങ്ത് എന്ന് പറയുന്നത് 25 ആയിരുന്നു. ലെങ്ത് എന്ന് പറയുന്നത് 25 ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് ഞാൻ എഴുതി, ഇൻറ്റു കോസ്റ്റ് എന്തായിരുന്നു 15 ആണ്, ഈക്വൽ ടു 12375 ആണ്. ഓക്കെ, 12375 ആണ്. ഇതായിരുന്നു നമ്മുടെ എന്ത് ഇക്വേഷൻ. ഇതിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ, ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ത് കിട്ടും, ഇതെല്ലാം 3ന്റെ ടേബിളിൽ പോകുന്ന ആൾക്കാരാണ്. ഞാൻ 15നെ 3ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്തു 5 ടൈംസ്. ഇവിടെ ഞാൻ 3ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്തു. 12 എന്ന് പറഞ്ഞാൽ 4 ടൈംസ്, 1 ടൈം, 2 ടൈം, 5 ടൈംസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, 5ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുന്നു. 5ൽ 1 ടൈം, 48 ടൈം, 12, ബാക്കി വരുന്നു 5. 25ന്റെ ടേബിളും ഓക്കെ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് എന്ത് കിട്ടും, 5ന്റെ ടേബിൾ ആണെങ്കിൽ 5 ടൈംസ്, 8 ആകുമ്പോൾ 1 ടൈം, 3 വരുന്നു 6 ടൈം, 165. കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് കിട്ടുന്നു, 3 വരുന്നു 33. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് എന്താന്ന് കിട്ടി, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 33 സെന്റിമീറ്റർ ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇവിടെ ആൻസർ കിട്ടി. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഏരിയ ഇൻറ്റു കോസ്റ്റ് ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഫിഗർ ഏരിയ മാറിക്കൊണ്ടേയിരിക്കും. എൽ ഇൻറ്റു ബി ആകാം, a² ആകാം, ഹാഫ് ഇൻറ്റു BH ആകാം, എന്ത് വേണോ ആകാം, ഇൻറ്റു നമ്മുടെ ഈ കോസ്റ്റ് ഏതാണോ അവൻ, ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ടോട്ടൽ. ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രം വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് ഓർഡർ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, ലെങ്തും ബ്രെഡ്ത്തും കാശും വെച്ചിട്ട് നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇവിടെ എന്താ പറയുന്നത്, എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ബട്ട് ബ്രെഡ്ത്ത് തന്നിട്ടില്ല, ബാക്കി ക്യാഷ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്തുള്ള ബ്രെഡ്ത്തിനെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, ഏരിയ ഇൻറ്റു കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. 33 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇവിടെ ഉണ്ടോ നോക്കാം, 33 ഓക്കെ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത് നോക്കിക്കേ, ഇത് CGL-ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2008 ചോദിച്ചതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കരുത് പഴയ ക്വസ്റ്റ്യൻ ആണ് 2008 ഇനി ചോദിക്കില്ല എന്നുള്ളൊരു വിചാരമൊന്നും വേണ്ട, അത് ഇനിയും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കുറച്ച് ലെവൽ കയറിയ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. മാക്സിമം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നോക്കിക്കേ, നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വീഡിയോ കാണുമ്പോൾ ആദ്യം ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത് പിന്നെയും വീഡിയോ ഇട്ടതിന് ശേഷം കണ്ടുപോക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. The length and breadth of a rectangular plot are in the ratio 5:3. The owner spent ₹3,000 for surrounding it from all the side at a rate of 7.5 per meter. What is the difference between the length and the breadth of the plot? എളുപ്പമാണ്. അവരെന്ത് പറയുന്നു, നേരത്തെ നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു, പക്ഷെ ഇപ്പോഴത്തെ ക്വസ്റ്റനിൽ അവരെന്തുവാ പറയുന്നത്, അവര് ലെങ്തും ബ്രെഡ്ത്തിന്റെ റേഷ്യോസ് വന്നിട്ടുണ്ട്. അവരെന്താ അതിനെ കണ്ടുപിടിക്കാൻ പറയുന്നത്, അതിന്റെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യാൻ പറയുന്നത്, കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. നോക്കിക്കേ, എന്തുവാ ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റനിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി എടുത്ത് വെക്കാം. എന്തുവാ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, ലെങ്തും ബ്രെഡ്ത്തിന്റെ റേഷ്യോ എത്ര എന്നാ പറയുന്നത്, 5:3. അപ്പൊ അതിനെ ഞാൻ എന്തെന്ന് എഴുതി, 5x എന്നും 3x എന്നും എഴുതി. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ എഴുതി എന്നേ ഉള്ളൂ. പിന്നെ അടുത്തെന്തുവാ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഫെൻസ് ചെയ്യുന്നതാണ്. എടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫെൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തുവാ ചെയ്യുന്നത്, വേലി കെട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വേലി കെട്ടുന്നത് ഏരിയ ആയിരിക്കുമോ പെരിമീറ്റർ ആയിരിക്കുമോ, നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫിഗർ ഇങ്ങനെ കിടപ്പുണ്ട്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഈ ഒരു ചുവന്ന കളർ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ബൗണ്ടറിയാണ് ഫെൻസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ ബൗണ്ടറിയാണ് നമ്മളിങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വിചാരിക്കുക. ഓക്കെ, ഇത് ഫെൻസ് ചെയ്ത് വെച്ചിരിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ഫെൻസിങ് നടക്കുന്ന എപ്പോഴും എവിടെയാണ്, പെരിമീറ്ററിന്റെ ഭാഗത്താണ്. സോ ഇതിൽ വരുന്ന പ്രത്യേകത എന്തുവാ, നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുലയിൽ ഒരു കുഞ്ഞു മാറ്റം കൂടെ വരും. അവിടെ ഏരിയ പറഞ്ഞെടുത്ത് നമ്മൾ എന്ത് പറയും, പെരിമീറ്റർ പറയും. വേറൊന്നുമില്ല, ഇപ്പുറത്തെ എഴുതി കാണിച്ചു തരാം. ബാക്കി എല്ലാം അത് തന്നെയാണ്. പെരിമീറ്റർ ഇൻറ്റു കോസ്റ്റ് ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കിക്കേ. ലെങ്തും ബ്രെഡ്ത്തിന്റെ റേഷ്യോസ് അവർ തന്നിട്ടുണ്ട്.
കോസ്റ്റ് തന്നിട്ടുണ്ടോ? കോസ്റ്റും തന്നിട്ടുണ്ട്. എത്രയാണ്? 7.5. ടോട്ടൽ തന്നിട്ടുണ്ടോ? ടോട്ടലും തന്നിട്ടുണ്ട്. 3000 തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടേ? ഈ 5x-ന്റെയും 3x-ന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ പറയുന്നുണ്ട് പെരിമീറ്റർ ഇൻറ്റു. അപ്പൊ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. പെരിമീറ്ററിന്റെ ഫോർമുല എന്തുവാ? 2 × L + B ഇൻറ്റു കോസ്റ്റ് എത്രയായിരുന്നു? 7.5 ഈക്വൽ ടു 3000. ഇതാണ് നമ്മുടെ കണക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലിനും ബിക്കും ഉള്ള വാല്യൂസ് അങ്ങ് കൊടുക്കും. എല്ലും ബിക്കും വാല്യൂ ഉണ്ടോ? ഇല്ല. 5x എന്നും 3x എന്നും പറഞ്ഞിട്ടുള്ള റേഷ്യോസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ള. ആ റേഷ്യോ തന്നെ കൊടുക്കുന്നു. സോ എന്ത് കിട്ടും? 2 × 5x + 3x × 7.5 ഈക്വൽ ടു 3000. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 8x × 7.5 ഈക്വൽ ടു 3000. എടാ, ഈ പോയിന്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഓരോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എന്താവും? 2 × 8x × 75 ഈസ് ഈക്വൽ ടു 30000. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. 2ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 15000. അടുത്ത് ഞാൻ ഇവിടെ 2ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ടൈംസ്, ഇവിടെ വരുമ്പോൾ 7500. 2 പിന്നെയും കട്ട് ചെയ്യുന്നു. 2ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 ടൈംസ്, 7 ടൈംസ്, 5 ടൈംസ് 0. പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നു. 1 17 എന്നുള്ള 16 ആവുന്നു, 8 ആവുന്നു. ഓക്കെ, 15 14 ആകുന്നു, 7 ആകുന്നു. ഓക്കെ, 5 ആകുന്നു. ഇപ്പോഴെന്തായി? ഇനി നമുക്ക് ഇനി എന്ത് വെച്ച് കട്ട് ചെയ്യാം? 5ന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യാം. 7 ടൈംസിൽ 1. ഓക്കെ, 15. ഓക്കെ, 25 വരുന്നു, 5 വരുന്നു. ഇവിടെ വരുമ്പോൾ 15, 35 വരുന്നു, 7 വരുന്നു, 25 വരുന്നു, 15 കിട്ടി. അടുത്ത് പിന്നെയും 3 ആയി. 35 വരുന്നു 7 ടൈംസ്. ഓക്കെ, പിന്നെയും വന്നു. 3 കട്ട് ചെയ്തു. 7 എന്ന് പറയുന്നതിൽ 6 വരുന്നു, 2, 25 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് കിട്ടി? എക്സിന്റെ വാല്യൂ 25 ആണെന്ന് കിട്ടി. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്തുവാ? ഡിഫറൻസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ട. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ലെങ്തും ബ്രെഡ്ത്തിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 3ഉം 2ഉം ആണ്. അപ്പൊ 3x - 2x കഴിഞ്ഞ് എന്ത് കിട്ടും? ആൻസർ 3x എന്ന് കിട്ടും. 5x - 2x. സോ 3 × 25 ആൻസർ എന്താന്ന് കിട്ടും? 75 എന്ന് ആൻസർ കിട്ടും. നോക്കിക്കേ, 75 ഉണ്ടോ? 75 ഇല്ലല്ലോ. ഓക്കെ, 75 ഉണ്ട്. ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട്. ഇത് ഇവിടെ വരുന്നത് 3 അല്ല. നോക്കിക്കേ, 5x - 3x ആണ്. ആൻസർ എന്താ? 2x. അതായത് 2 × 25 ആണ്. സോ ഇവിടെ 50 ആണ് ആൻസർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 50. ഓക്കെ, മനസ്സിലായല്ലോ. ഇതിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ കൊണ്ടുവച്ചിട്ട് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതിയിട്ട് ആദ്യം 5x കണ്ടുപിടിക്കും, പിന്നെ 3x കണ്ടുപിടിക്കും, പിന്നെ അതിന്റെ ഡിഫറൻസ് എടുക്കാൻ പോകും. അങ്ങനെ എടുക്കാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് അവരുടെ റേഷ്യോസ് ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? ആ തന്നിട്ടുള്ള റേഷ്യോസിനെ മൈനസ് ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടുപിടിച്ചാലും കിട്ടുന്ന ആൻസർ എന്തായാലും സെയിം ആയിരിക്കും. നോക്കിക്കേ, ഇവിടുത്തെ റേഷ്യോസ് എന്ന് പറയുന്നത് 5x-ഉം 3x-ഉം ആയിരുന്നു, ലെങ്തും ബ്രെഡ്ത്തും. നമ്മൾ ഇതിന് എന്ത് ചെയ്യുക? ആദ്യമേ തന്നെ സബ്ട്രാക്ട് ചെയ്യുക. കാര്യം അവന്റെ ഡിഫറൻസ് അല്ലേ ചോദിക്കുന്നത്. സോ 5x - 3x എന്തെന്ന് കിട്ടും? 2x എന്ന് കിട്ടും. 2x എന്ന് പറഞ്ഞാൽ എന്താ? 2 × 25. ആൻസർ നമുക്ക് 15 എന്ത് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഒരിക്കലും ഇവിടെ കൊണ്ടുവച്ച് 5 × 25 - 3 × 25 എന്നുള്ള രീതിക്ക് ചെയ്യാൻ പോകരുത്. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷനും വരും. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടം വരും. സോ എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യാണ്ട് ജസ്റ്റ് ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാൽ ഡിഫറൻസ് എടുക്കുക, അഡിഷൻ ചെയ്യാൻ പറഞ്ഞ റേഷ്യോസ് നമ്മൾ ആഡ് ചെയ്തങ്ങ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്ത ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച സെയിം കൈൻഡ് ഓഫ് ഫോർമുലയാണ്. പെരിമീറ്റർ ഇൻറ്റു റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, പെരിമീറ്റർ ഇൻറ്റു റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അത് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതിയിടാം. ഓക്കെ, ഞാനിവിടെ ആ രണ്ട് ഫോർമുലാസ് ഒന്നും കൂടെ ഒന്ന് എഴുതിയിടാം. ഫസ്റ്റ് പറഞ്ഞത് ഏരിയ വരുന്ന രീതിക്കാണെങ്കിൽ ഏരിയ ഇൻറ്റു റേറ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. പെരിമീറ്റർ ആണ് വരുന്നതെങ്കിൽ ഏരിയക്ക് പകരം പെരിമീറ്റർ വരുന്നു. പെരിമീറ്റർ ഇൻറ്റു റേറ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളും വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്?
ഇപ്പൊ ചെയ്ത എത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തത് അത് എളുപ്പമുള്ളതാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് മേ ബി അവർ എന്ത് വേണം ചോദിക്കാം. ഏരിയ അവർ സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കുന്നു, പെരിമീറ്ററിന് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കുന്നു. നമ്മൾ ഈ ഒരു ഫോർമുല ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഇതങ്ങനെ ഫോർമുലയായിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. ഏരിയ എത്രയാണോ അതേ ഇൻറ്റു റേറ്റ് ആയിരിക്കും ടോട്ടൽ നമ്മൾ ചിലവാക്കുന്ന കാശ്. അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്നും കൂടെ നോക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണ്. ഇത് നമ്മൾ ഏരിയ വെച്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏരിയ വെച്ചാണ് ചെയ്തത്. അതിൽ വന്നപ്പോൾ കണ്ടോ ഏരിയയുടെ ഫോർമുല L/B ആണ് നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പെരിമീറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചത്. പെരിമീറ്റർ വന്നപ്പോൾ 2 × L+B എന്നുള്ള സാധനം വന്നു. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ പെരിമീറ്റർ വന്നാൽ പെരിമീറ്റർ എടുക്കുന്നു, ഏരിയ വന്നാൽ ഏരിയ എടുക്കുന്നു. അല്ലാണ്ട് അതിൽ വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ പോയിന്റ് മാറിയത് എങ്ങനെയാണെന്നുള്ള ചിലപ്പോൾ മേ ബി ഇനിയും നോക്കാം. അത് വേറൊന്നുമില്ല, ഇവിടുത്തെ പോയിന്റ് മാറാൻ വേണ്ടി ഇവിടെ നമ്മളൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ നമ്മളൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 7.575 ആയി. ഇവിടെ ഒരു 0 കൂടി കിട്ടി, അത്രേ ഉള്ളൂ. ഇവിടെ ആൻസർ 25 കിട്ടി. 25 എന്ന് കിട്ടുന്നത് എന്താണ്, എക്സിന്റെ വാല്യൂ ആണ് 25 എന്ന് പറഞ്ഞ് കിട്ടിയത്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ എന്ന് കരുതുന്നു, എല്ലാവരും സെറ്റാന്ന് വിചാരിക്കുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ എന്തുവാ പറഞ്ഞിരിക്കുന്നത്. ABC is a square. If the side AB and CD are increased by 30% and side BC and AD are increased by 20%, then the area of the resultant rectangle exceeds the area of the square by dash. എടാ, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലയിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ഇവരിങ്ങനെ ക്വസ്റ്റ്യൻ കട്ടിക്ക് ചോദിച്ചാന്ന് വേണം പറയാം. ഇത് 2015 CDS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എടാ നോക്കിക്കേ, ഇതില് നിങ്ങൾ നോക്കിക്കാൻ ഞങ്ങൾക്ക് അറിയാന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതെന്തായിരുന്നു, ആദ്യം ഒരു സ്ക്വയർ ആയിരുന്നു അല്ലെ, ആദ്യം ഒരു സ്ക്വയർ ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് ഈ സ്ക്വയറിന്റെ സൈഡ്സിൽ എന്തുണ്ടായി, ആദ്യം ഒരു സൈഡിന്, അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കുവാന്ന് വിചാരിച്ചു. ഇതിന് ABCD, ഇങ്ങനെ 4 സൈഡ്സ് ABCD എന്നുള്ള പേര് കൊടുത്തു. അതിനെന്താ പറയുന്നത്, AB ആൻഡ് CD. ABയും CDയും എന്ത് ചെയ്തു, 30% കൂടി, 30% കൂടി. അതേപോലെ ADയും BCയും 20% കൂടി. ADയും BCയും 20% കൂടി. എങ്കിൽ പുതുതായിട്ടുണ്ടായിട്ടുള്ള റിസൾട്ടന്റ് ആയിട്ടുള്ള ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എത്ര എക്സീഡ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, എടേ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണെങ്കിൽ L/B വരുന്നുണ്ട്, ലെങ്ത് കൂടി ബ്രെഡ്ത്ത് കൂടി, നമ്മൾ രണ്ടും കൂട്ടുന്നു, അതിന്റെ റേഷ്യോസ് നമ്മൾ എടുക്കുന്നു, അതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ സ്ക്വയർ മാത്രമാണ്, അതിന്റെ ഏരിയ ആണ് കൂടിയെന്ന് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്ക്വയറിന്റെ സൈഡ് ഇൻറ്റു സൈഡ് ആണ്, 2 പ്രാവശ്യം സൈഡ് വന്നു, സോ 2 വട്ടം നമ്മൾ കൂട്ടുന്നു. എടി ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുന്നത് എന്താ, പ്രത്യേകിച്ച് നിങ്ങൾ കരുതും സ്ക്വയർ റെക്ടാങ്കിൾ ആകിയല്ലോ, അപ്പൊ എന്താ മാറ്റം വരേണ്ടത്, ഓപ്പോസിറ്റ് 2 സൈഡും കൂടിയല്ലോ, അപ്പൊ 4 വട്ടം കൂട്ടണോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംശയം വരാം. അങ്ങനെ ഒന്നും വരേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം സ്ക്വയർ ആയിട്ട് ഇരുന്നപ്പോ അവരുടെ സൈഡ് എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഏരിയ എങ്ങനെയായിരുന്നു, സൈഡ് ഇൻറ്റു സൈഡ് ആയിരുന്നു. ഇപ്പൊ അതെന്തായിട്ട് മാറി, ഇപ്പൊ അതൊരു റെക്ടാങ്കിൾ ആയിട്ട് മാറി. അതിന്റെ ഏരിയ ഇപ്പൊ എന്താണ്, L/B ആണ്. അപ്പൊ ഇവിടത്തെ പുതിയ ആൾക്കാർ ആരൊക്കെയാണ്, ഒന്ന് ലെങ്തും ഒന്ന് ബ്രെഡ്ത്തും ആണ്. അപ്പൊ ഈ 2 ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഈ 2 പേര് കൂടുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ പ്രാവശ്യം കൂടിയത് 30%, രണ്ടാമത്തെ വട്ടം കൂടിയത് 20%. അത് അതേ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. 4 തവണയൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ ആദ്യത്തെ ഇനിഷ്യലി എത്ര പെർസെന്റേജ് ആയിട്ട് നമ്മൾ എടുക്കുന്നു, 100%. ആദ്യത്തെ ഫിഗർ 100% ആയിട്ട് എടുക്കുന്നു. 30% കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വാല്യൂയുടെ 10% എടുക്കാൻ വേണ്ടി ഒരു പോയിന്റ് മാറ്റി, ഒരു നമ്പർ മാറ്റി കുത്തിടുക. അപ്പൊ ഒരു നമ്പർ മാറ്റി കുത്തിടുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 10% 10 ആണെന്ന് കിട്ടും. ഇത് പെർസെന്റേജ് നിങ്ങൾ എഴുതണ്ട, അത് കൺഫ്യൂസിങ് ആവും. ആദ്യത്തെ 100 ആയിട്ട് എടുക്കുക. സോ 10% 10 ആണെങ്കിൽ ഫസ്റ്റ് കൂടിയത് 30% ആണ്. സോ ഇൻറ്റു 3 30% എന്ന് പറയുന്നത് എന്തായി, 30 ആയി. ഇവിടെ 30 കൂടി, ഇപ്പൊ എന്തായി, 130 ആയി ആണല്ലോ. ഇനി അടുത്ത എത്രയാ കൂടിയത്, 20%. 20 നോക്കുമ്പോഴും ആദ്യം 10% 13 ആണ്,
ഒരു പോയിന്റ് മാറ്റി കുത്തിടുന്നു. 20 ആവണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യുക. ഇൻറ്റു 2 ചെയ്താൽ എന്താ, ഇവിടെയും 20 ആകുന്നു. ഇൻറ്റു 2 ചെയ്താൽ 20 ആകും. അപ്പോൾ 20% is equal to 26 എന്നാവും. അടുത്തും 26 കൂടി, ഇവിടെ എത്രയായി, 156 കൂടി. അപ്പോൾ ഇവിടെ എന്താവുന്ന ചേഞ്ച് എന്താണ്, 156 മൈനസ് 100. ആൻസർ എന്തെന്ന് കിട്ടും, 56% ആണ് ഇവിടെ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ കൂടിയെന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സാധനങ്ങൾ കുറഞ്ഞെന്നോ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ആ സൈഡ്സിന് 4 എണ്ണം ഉണ്ടെങ്കിൽ 4 പ്രാവശ്യമായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. ഫോർമുല പോലെ എന്ത് വരുന്നുണ്ടോ, ആ ഫോർമുലയിൽ ആര് വരുന്നുണ്ടോ അയാൾ എത്ര തവണ വരുന്നുണ്ട്, എൽ ഇൻറ്റു ബി, എല്ലും ബിയും ഓരോ തവണ വരുന്നുണ്ട്. സോ എല്ല് കൂടി എന്ന് പറഞ്ഞാൽ എല്ല് ഒരു വട്ടം കൂട്ടുക, ബി കൂടി എന്ന് പറഞ്ഞാൽ ബി ഒരു വട്ടം കൂട്ടുക. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ അധികം കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യം ഇല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതേ ഒരു കണ്ടീഷൻ ഒരു സർക്കിളിന്റെ കാര്യത്തിൽ വരുന്നെന്ന് വിചാരിച്ചോ. ഒരു സർക്കിളിന്റെ കാര്യത്തിൽ വരുവാണ്. സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല എന്താണ്, സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, പൈ ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ എന്നാണ്. ആർ 2 തവണ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയാണ്, ഇഫ് ദ റേഡിയസ് ഇൻക്രീസ്ഡ് ബൈ 20%, what will be the increase in new figure? പുതിയ ഫിഗറിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിചാരിച്ചോ. ഇപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ആർ 2 തവണ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ഇനിഷ്യലി ഉള്ള ആളിനെ എന്തായിട്ട് എടുക്കുക, 100 ആയിട്ട് എടുക്കുക. 20% ആണ് കൂടുന്നത്. ആറ് 2 തവണ ഉണ്ട്. ഒരു തവണ അതേ കിടക്കുന്നു, 2 തവണ 2 കിടക്കുന്നു. സോ എന്ത് ചെയ്യണം, 2 തവണ നിങ്ങൾ എന്ത് ചെയ്യണം, 20% വെച്ച് കൂട്ടണം. ഇവിടുത്തെ 100ന്റെ 20% നിങ്ങൾ 20 ആണ്, 120 ആവുന്നു. ഇതിന്റെ 20% 10 എന്ന് പറഞ്ഞാൽ 12 ആണെങ്കിൽ 20 എന്ന് പറഞ്ഞാൽ 24 ആണ്. 144% നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പൊ ഇവിടുത്തെ ഇൻക്രീസ് എന്ന് പറയുന്നത് 44% ആയിരിക്കും ഇവിടുത്തെ ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോർമുല ഏതാണോ, പൈ ആർ സ്ക്വയർ എങ്കിൽ പൈ ആർ സ്ക്വയർ, എൽ ഇൻറ്റു ബി ആണെങ്കിൽ എൽ ഇൻറ്റു ബി, സൈഡ് ഇൻറ്റു സൈഡ് ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്, അത് കണക്ക് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യനിലോട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ. പിന്നെ ഉള്ള കാര്യം, ഈ ഒരു പെർസെൻറ്റേജ് എടുക്കുന്ന കാര്യം ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ 10% കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ മാറ്റി പോയിന്റ് ഇട്ടാൽ മതി, ആ നമ്പർ നമുക്ക് 220 ആണെന്ന് കിട്ടും. 1% ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ 2 നമ്പർ മാറ്റി പോയിന്റ് ഇടുക, നമുക്ക് അതിന്റെ 1% കിട്ടും. എടാ 1ഉം 10ഉം അറിയാമെങ്കിൽ നമുക്ക് 20 കണ്ടുപിടിക്കാം, 30 കണ്ടുപിടിക്കാം, 40 കണ്ടുപിടിക്കാം, 5 കണ്ടുപിടിക്കാം, 2 കണ്ടുപിടിക്കാം, 3 കണ്ടുപിടിക്കാം. നോക്കിക്കേ, 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് 20, 30, 40. അപ്പൊ നമുക്ക് ഇവിടെ 30% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 ഇവിടെ ഇടുക, അതേപോലെ ഇപ്പുറത്ത് ഇൻറ്റു 3 ഇട്ട് കൊടുത്താൽ മതി. 30% എന്തായിട്ട് മാറും, ഇവിടെ 660 ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ ഈ പെർസെൻറ്റേജ് വെച്ച് ആൻസർ കിട്ടുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതെന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പം വേറെ ഡൗട്ടൊന്നുമില്ല, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഫുള്ള് സെറ്റാണ്. നോക്കാം, അടുത്ത് നോക്കാം. The perimeter of 2 squares are 68 centimeter and 60 centimeter. Find the perimeter of the third square whose area is equal to the difference of the area of these two squares. എടാ ഇത് SSC 10+2 ലെവലിന് വന്ന HSC എക്സാമിന് വന്നിട്ടുള്ള ഒരു എക്സാം ആണ്. ഓക്കെ, എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോറി. അപ്പൊ ഇതെന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എന്തുവാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് എന്ത് ചെയ്യണം, ആദ്യം ആലോചിക്കണം. എന്താണ് ചെയ്യാൻ പറയുന്നത്, എന്താണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് എന്ത് ചെയ്യാണ്, അവർ ചുമ്മാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ തെറ്റുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് ആ ഒരു സമയം കിട്ടാത്ത സമയത്ത് നമ്മൾ ചെയ്യുമോ, എന്തായിരിക്കും എന്ന് പറയുന്ന രീതിക്കാണ് നോക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് അധികം സമയം കളയേണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The perimeters of 2 squares, 2 സ്ക്വയറുകൾ ഉണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചുമ്മാ ഒന്ന് വരച്ചു വെച്ചു 2 സ്ക്വയർ. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആളുടെ പെരിമീറ്റർ ആണ്, എല്ലാം പെരിമീറ്റർ ആണ് പറയുന്നത്. ഒന്നാമത്തെ ആളുടെ 68, രണ്ടാമത്തെ ആളുടെ 60. അടുത്തെന്താ പറയുന്നത്, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് തേർഡ് സ്ക്വയർ. ഒരു തേർഡ് സ്ക്വയർ ഉണ്ട്, ഞാൻ അവൻ ഇങ്ങോട്ട് വരച്ചു. തേർഡ് സ്ക്വയർ ഉണ്ട്, അവന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം, ഹൂസ് ഏരിയ
ഇസ് ഈക്വൽ ടു ഇവന്റെ ഏരിയ എത്ര എന്നാ പറയുന്നത്? ഏരിയ ഈക്വൽ ടു എന്താ? ഡിഫറൻസ് ഓഫ് ഏരിയ ഓഫ് ടു സ്ക്വയേഴ്സ്. എടേ ഈ തന്നിട്ടുള്ള ഈ ആദ്യത്തെ രണ്ട് സ്ക്വയറിലെടേ ഈ ആദ്യത്തെ രണ്ട് സ്ക്വയറിന്റെ ഏരിയയുടെ ഡിഫറൻസ് ആണ് ആരുടെ ഏരിയ എന്ന് പറയുന്നത്? ഈ തേർഡ് സ്ക്വയറിന്റെ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ രണ്ട് സ്ക്വയേഴ്സിന്റെ ആദ്യം തന്നിട്ടുള്ള രണ്ട് സ്ക്വയേഴ്സിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഡിഫറൻസ് എടുക്കണം. അതിന്റെ ഡിഫറൻസ് എടുത്തതിന് ശേഷം ഈ തേർഡ് സ്ക്വയറിൽ കൊണ്ടിട്ടതിന് ശേഷം അതിന്റെ സൈഡ് കണ്ടുപിടിക്കണം. ആ സൈഡ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. എന്ത് കണ്ടോ? ഫൈൻഡ് ദ പെരിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ പെരിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 68 ആണ്. അപ്പൊ ഇതിന്റെ സൈഡ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇന്ന് എല്ലാത്തിനും പേര് കൊടുക്കുന്നു. ഫസ്റ്റ് ഞാൻ ഇപ്പൊ നിങ്ങൾ ഈ കണക്ക് ചെയ്യുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേരൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്നും സെക്കൻഡ് എന്നും തേർഡ് എന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ചെയ്തു പോവുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിന്റെ പെരിമീറ്റർ ആണ് 68. സോ സൈഡ് കണ്ടുപിടിക്കാൻ ഈസി ആണ്. 68/4 ചെയ്യുക. ആൻസർ നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ഒരു ടൈം കിട്ടുന്നു, ബാക്കി 2 കൊണ്ട് 5 4 20 6 7. ഓക്കെ, 17 എന്ന് നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. അപ്പോൾ ഇവന്റെ സൈഡ് 17. അടുത്ത് നോക്കിക്കേ, സെക്കൻഡ് സ്ക്വയറിന്റെ കാര്യം നോക്കിക്കേ. സെക്കൻഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാ പറയുന്നത്? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 60 എന്നാ പറയുന്നത്. അപ്പൊ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊന്നുമില്ല, 60/4 ചെയ്യുന്നു. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 4 5. ഓക്കെ, 15 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് എന്ത്? സെക്കൻഡിന്റെ സൈഡ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിക്കുക, അതിന്റെ ഡിഫറൻസ് എടുക്കുക. സോ 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. സ്ക്വയേഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു വഴിയും കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ 17 എന്ന് എഴുതുക. ആദ്യം 7 × 7 ചെയ്യുക, 49. 4 എഴുതുക. ബാക്കി ഇങ്ങനെ അടുത്ത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 7 14. ആ 14 ഇവിടെ കൂട്ടുക. ഇവിടെ നമുക്ക് 18 എന്ന് കിട്ടും. 8 എഴുതുക, 1 മാറ്റി എഴുതുക. 1 × 1 1 പ്ലസ് ഈ 1 കൂടെ ചേരുമ്പോൾ 289 എന്ന് കിട്ടും. സോ ഇവിടെ 289 മൈനസ് 225. ഇത് ചെയ്യുന്ന സമയത്ത് 225 വരുമ്പോൾ 9 ന്ന് 5 പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? 9 ന്ന് 5 പോയി കഴിഞ്ഞാൽ 464 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഏരിയ ഓഫ് തേർഡിന്റെ ഏരിയ എത്രയാണ്? 64. അപ്പൊ അതിന്റെ സൈഡ് എത്രയായിരിക്കും? സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടും? √64 ചെയ്താൽ 8 ആണ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ ആണ് ചോദിക്കുന്നത്. സൈഡ് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4 × സൈഡ് 8 ആണ്. സോ ആൻസർ നമുക്ക് കിട്ടും 32 എന്ന ആൻസർ കിട്ടും. 32 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട. ഫസ്റ്റ് തന്നിട്ടുള്ള സാധനം എന്താ? സൈഡാണ് തന്നിട്ടുള്ളത് അല്ലെ? തന്നിട്ടുള്ളത് എന്താ? തന്നിട്ടുള്ളത് പെരിമീറ്ററുകളാണ് തന്നിട്ടുള്ളത്. പെരിമീറ്ററിൽ നിന്ന് ആരെ കണ്ടുപിടിക്കുക? സൈഡ് കണ്ടുപിടിക്കുക. സൈഡിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ഡിഫറൻസ് എടുക്കുന്നു. ഡിഫറൻസിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ ഡിഫറൻസ് ആണ് ഏരിയ എന്ന് മനസ്സിലാക്കുന്നു. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെയും സൈഡ്, അവിടെ നിന്ന് തേർഡിന്റെ ഏരിയ, തേർഡിന്റെ സൈഡ്, തേർഡിന്റെ പെരിമീറ്റർ. ഇതെന്തുവാ? 1ന്റെയും 2ന്റെയും. ഇവിടെ എന്താ? 1ന്റെയും 2ന്റെയും. ഇതും 1ന്റെയും 2ന്റെയും. ഡിഫറൻസ് എടുക്കുന്നത് 1ന്റെയും 2ന്റെയും. അത് വെച്ച് നമുക്ക് കിട്ടുന്ന തേർഡ്. ഓക്കെ, ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു ക്വസ്റ്റ്യനകത്ത് ചെയ്തത്. പക്ഷെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇങ്ങനെ എഴുതിയൊന്നും വയ്ക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മാത്രം മതി? അതിനെ എഴുതി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് 1ന്റെയും 2ന്റെയും പെരിമീറ്ററിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സൈഡ് കണ്ടുപിടിച്ചു. 1ന്റെയും 2ന്റെയും സൈഡ് കണ്ടുപിടിച്ചതിന് ശേഷം അത് എന്ത് കണ്ടുപിടിച്ചു? ഏരിയ കണ്ടുപിടിച്ചു. അതിനുശേഷം 1ന്റെയും 2ന്റെയും ഏരിയയുടെ ഡിഫറൻസ് എടുത്തു. അതുവഴി തേർഡിന്റെ ഏരിയ കിട്ടി. തേർഡിന്റെ ഏരിയയിൽ നിന്ന് തേർഡിന്റെ സൈഡ് കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? തേർഡിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ കുറച്ച് ക്വസ്റ്റ്യൻസിൽ നോക്കിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് നോക്കി. പിന്നെ ബാക്കി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.